Hi everybody, this is me Casac Benjali. Welcome to my new video blog. ഈ ലോക്ക്ഡൗൺ കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ ഇല്ലേ? ചില ഗുണങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഗുണങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാമ്പത്തിക പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. ലോക്ക്ഡൌണിന് മുമ്പുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനർ അല്ല ലോക്ക്ഡൌണിന് ശേഷമുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജർ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിച്ചു അല്ലേ, അല്ലെങ്കിൽ പഠിക്കണം. ഈ ലോക്ക്ഡൌൺ പഠിപ്പിച്ച 7 പ്രധാനപ്പെട്ട സാമ്പത്തിക പാഠങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിലും, നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിലും, നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾ ഏത് സെഗ്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ് ശരി, നമ്മളെല്ലാവരും പഠിച്ച ഒരു വലിയ സാമ്പത്തിക പാഠമാണ് ഈ ലോക്ക്ഡൌണിൽ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, ഡോണ്ട് തിങ്ക് ഫ്യൂച്ചർ ഇൻകം ഈസ് ഗ്യാരണ്ടീഡ്. ഫ്യൂച്ചറിലെ ഇൻകം ഗ്യാരണ്ടീഡ് ആണെന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ച പാഠം. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു 50,000 സാലറി ഉണ്ട്, അല്ലെങ്കിൽ 1 lakh സാലറി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആവറേജ് എൻ്റെ ബിസിനസ്സിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഒരു 2 lakh ആണ്, 3 lakh ആണ്. അതിൽ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു 75,000 എങ്കിലും എനിക്ക് കിട്ടും. ദിസ് ഈസ് അവർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം, അല്ലെങ്കിൽ ഒരു റവന്യൂ പാറ്റേൺ അല്ലേ. ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സാധനം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നോ ഗ്യാരണ്ടീഡ് ഇൻകം. നമ്മൾ ഈ ബേസിൽ പല കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഈ രീതിയിൽ നമ്മൾ വല്ല ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പല രീതിയിലുള്ള ലോണുകൾ എടുത്തിട്ടുണ്ടാവും, വലിയ രീതിയിലുള്ള ലയബിലിറ്റി നമ്മൾ തലയിൽ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കിട്ടുന്നതിനനുസരിച്ചിട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതൊരു ഇൻകം ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ, ബിസിനസ് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻകം വേണ്ടത്ര കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പല ലയബിലിറ്റീസും നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇൻകം ഗ്യാരണ്ടി ആണെന്ന് വിചാരിച്ചിട്ട് അമിതമായിട്ടുള്ള ലയബിലിറ്റീസ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്, അബദ്ധമാണ്. അതുപോലെ തന്നെ എനിക്ക് എങ്ങനെയായാലും എൻ്റെ കാശ് കിട്ടും, എങ്ങനെയായാലും എനിക്ക് ശമ്പളം ഉണ്ടല്ലോ, ജോലി ഉണ്ടല്ലോ, ബിസിനസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന കാശ് അടിച്ച് പൊളിച്ച് തീർക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. മുഴുവൻ കാശ് അങ്ങ് അടിച്ച് പൊളിച്ച് തീർക്കുക. പക്ഷേ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ബിസിനസ് ലോക്ക്ഡൗണിൽ പൂട്ടേണ്ടി വന്നപ്പോൾ, ജോലി നിർത്തേണ്ടി വന്നപ്പോൾ, ചെലവിന് പോലും കാശില്ലാതെ മറ്റുള്ള ആളുകൾക്കും ലോണിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിനും ഒക്കെ എടുത്തിട്ട് ചെലവ് നടത്തേണ്ടി വന്ന ആളുകൾ, നല്ല ശമ്പളമുള്ള നല്ല ഇൻകമുള്ള ആളുകൾ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇൻകം ഗ്യാരണ്ടീഡ് ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാ മണ്ടത്തരങ്ങളും ചെയ്യാൻ നിൽക്കരുത്, ലയബിലിറ്റീസ് എടുത്ത് വെക്കരുത്. അതുപോലെ തന്നെ ഒരു റിസ്ക് കണ്ടിജൻസി, അതുപോലെ തന്നെ റിസ്ക് ആൻഡ് കണ്ടിജൻസി ഫിനാൻഷ്യൽ ഫണ്ട് സേവ് ചെയ്യാതെ നിങ്ങൾ ഉള്ളത് മുഴുവൻ അടിച്ചു തീർക്കാൻ നിൽക്കരുത്. എപ്പോഴും ഇനിയുള്ള ലോകത്ത് ഇതൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒരു 1 year എങ്കിലും ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ അത്രയും നല്ലതാണ്. രണ്ടാമത് നമ്മൾ പഠിച്ച പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിനകത്ത് ഒരു കണ്ടിജൻസി അല്ലെങ്കിൽ റിസ്ക് ആൻഡ് കണ്ടിജൻസി ഫണ്ട് റിസർവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മൾ സാധാരണ രീതിയിൽ റിസ്ക് ആൻഡ് കണ്ടിജൻസി ഫണ്ട് റിസർവ് ചെയ്തിരുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഇതുവരെ പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഫണ്ട് പ്ലാനിംഗ് ഒന്നും അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് പൂർണ്ണമായിട്ടും ഫണ്ടില്ലാതെ അല്ലെങ്കിൽ ഇൻകം ഇല്ലാത്തൊരു സാഹചര്യം വന്നേക്കാം. ആ സമയത്ത് നമ്മുടെ ലിവിങ് ഹുഡ് അതല്ലെങ്കിൽ മിനിമം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്, റിസ്ക് മാനേജ്മെന്റ് ഫണ്ടാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടം വാങ്ങുക എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. ലോക്ക്ഡൗൺ പ്രകാരം മൊറട്ടോറിയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം നീണ്ടു നിൽക്കും, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തു തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഇൻകം ഇനി എപ്പോഴാണ് പ്രോപ്പറായിട്ടിരിക്കുക. ലോക്ക്ഡൗൺ അവസാനിച്ചു കഴിഞ്ഞാൽ മൊറട്ടോറിയം ചിലപ്പോൾ പിൻവലിക്കാം. അതുമുതൽ നമ്മുടെ EMIയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഒക്കെ ചാലുവാകുകയും തുടങ്ങുകയും അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം വരുമോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. പക്ഷെ അപ്പോഴും നമുക്ക് ജോലിയില്ല, ബിസിനസ് അപ്പോഴും നോർമൽ ആയിട്ടില്ല, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ആയിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കടം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാള തന്നെയാണ്. ഇനി ആവശ്യമില്ലാതെയോ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാതെയോ ലോൺ എടുക്കാൻ പോകുമ്പോഴേ, പ്രത്യേകിച്ച് ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ലോണിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നുള്ളത് ഈ ലോക്ക്ഡൗൺ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സേവ് ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങുകളൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇൻഷുറൻസ് പോലുള്ള സ്കീമുകൾ ഫിനാൻഷ്യലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഡെത്ത് സംഭവിച്ചു, ലൈഫ് ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഇമോഷണൽ ഡാമേജ് നമുക്ക് തീർക്കില്ലെങ്കിലും ഫിനാൻഷ്യൽ ഡാമേജ് ഒരു പരിധിവരെ നമുക്ക് തീർക്കാൻ ഇൻഷുറൻസുകൾ സഹായിക്കും. മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിലും ശരി, നമ്മളൊരു ഇൻഷുറൻസ് സ്കീം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് നമ്മളുടെ മെഡിക്കൽ നീഡ്സുകളും അതിൻ്റെ എക്സ്പെൻസുകളും ടെസ്റ്റും റിസൾട്ടും ICU കോസ്റ്റുകളും മറ്റുമൊക്കെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നിങ്ങളുടെ പോളിസിക്ക് അനുസരിച്ച്, ക്ലെയിം പോളിസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എവിടെയൊക്കെ വേണം, ഉണ്ടാകും. നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് ജോബ് ലോസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, പെട്ടെന്നൊരു
ജോബ് ലോസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഗൾഫിലൊക്കെ പല ഇൻഷുറൻസ് പോളിസിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനോടൊപ്പം തന്നെ ജോബ് ലോസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ജോബിൽ നിന്ന് ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര മാസത്തേക്ക് നിങ്ങൾക്ക് മിനിമം ലൈഫ് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടൻ എമൗണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള, അതുപോലെ ലോണ് ഇൻഷുർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആ ഇൻഷുറൻസിൽ നിന്ന് നിങ്ങളുടെ ലോൺ EMI അടഞ്ഞു പോകുന്ന പല സാഹചര്യങ്ങളും പല രാജ്യത്തുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്നതിനനുസരിച്ച് ഏതൊക്കെ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ രീതിയിൽ നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്യും, അതിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും ഇന്നത്തെ അത്യാവശ്യമായ സംഭവമായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനും കൂടി വേണ്ടി മാറ്റി വെക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് വലിയൊരു ആശ്വാസമാകുമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു വലിയ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന് പുള്ളിക്കാരൻ്റെ വീട്ടു ചെലവ് നടന്നത് വളരെ രസകരമാണ്. പുള്ളിക്ക് 1,00,000 രൂപ നമ്മൾ ചെലവിന് അയച്ചു കൊടുക്കുകയാണ്. 1,00,000 രൂപ നമ്മൾ ചെലവിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു മാസം 1-ാം തീയതി ആകുമ്പോഴേക്കും ആ 1,00,000 രൂപ പുള്ളി അങ്ങ് തീർത്തിരിക്കും. നമ്മൾ 10,000 രൂപയാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ പുള്ളി എങ്ങനെയെങ്കിലുമൊക്കെ 10,000 രൂപ കൊണ്ടും ചെലവ് നടത്തും. ഇനി 10 ലക്ഷമാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ പുള്ളി ആ ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 10 ലക്ഷം തീർക്കും. കാരണം പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഈ മാസം ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 10 ലക്ഷം കിട്ടിയിരിക്കുന്നത്, അത് ഈ മാസം അടിച്ചു തീർക്കുക, എന്നിട്ട് അടുത്ത മാസം എനിക്ക് ഏതായാലും വരുമല്ലോ, അതപ്പോൾ നോക്കാം എന്ന് വിചാരിച്ച് ജീവിക്കുന്നൊരു ശീലമായിരുന്നു. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്ന നമ്മുടെ വീട്ടു ചെലവിന് ഒരു 50,000 രൂപ വേണം, അല്ലെങ്കിൽ 20,000 രൂപ വേണം, അല്ലെങ്കിൽ 15,000 രൂപയെങ്കിലും മിനിമം വേണം. ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ ഒരു 15,000 രൂപയെങ്കിലും ചെലവിന് എങ്ങനെയും വേണം, 25,000 രൂപയെങ്കിലും ചെലവിന് വേണമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഈ ലോക്ക്ഡൗൺ പീരീഡിലേക്ക് നമ്മൾ വന്നപ്പോഴേ നമ്മൾ വിചാരിച്ച അത്ര ചെലവൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരു 10,000 രൂപയുണ്ടെങ്കിൽ പോലും ഒരു കുടുംബത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കി ഭക്ഷണം കഴിച്ച് കറണ്ട് ബില്ലൊക്കെ അടച്ച് ഗ്യാസൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ജീവിച്ചു പോകാമെന്നുള്ളതാണ് ലോക്ക്ഡൗണിലൂടെ ഞാൻ പഠിച്ച പാഠം. 25,000 രൂപ 30,000 രൂപയ്ക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന നമ്മൾ തന്നെ വെറും 10,000 രൂപയ്ക്കകത്തും അല്ലെങ്കിൽ 5,000 രൂപയ്ക്ക് പോലും ജീവിത ചെലവ് കൊണ്ടുപോകാൻ മാനേജ് ചെയ്യാമെന്നുള്ളത് ഓരോ വ്യക്തിയും പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെലവിന് ഇത്രയും വലിയ എമൗണ്ട് ഒന്നും വേണ്ട. ബാക്കിയുള്ള എമൗണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും സേവിങ്സിന് വേണ്ടിയിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ലൈഫ് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആവശ്യമില്ലാത്ത ചിലവുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം. മാത്രമല്ല, നമ്മൾ വിചാരിച്ചിരുന്ന വലിയ ചെലവുകളെന്ന് വിചാരിച്ചിരുന്ന പല സാധനങ്ങളും ആവശ്യമില്ലാത്തതാണ് എന്നതുകൂടെ ഈ ലോക്ക്ഡൗൺ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത്. ആറാമത്തെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പലരോടും പറയാറുണ്ട്, യു ഹാവ് ടു സേവ് സം മണി. നിങ്ങൾക്ക് 10,000 രൂപയാണ് ശമ്പളമെങ്കിലും 20,000 രൂപയാണ് ശമ്പളമെങ്കിലും 1,00,000 രൂപയാണ് ശമ്പളമെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് സേവ് ചെയ്യൂ എന്ന് പറയുമ്പോൾ പലരും പറയുന്നൊരു ചോദ്യമാണ്, ഇങ്ങോട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെ പോയി വീട്ടിലെ ചിലവ് നിങ്ങൾക്ക് അറിയാലോ, എന്തൊരു ചിലവാണ്, എന്തൊരു എക്സ്പെൻസ് ആണ്, എന്തെല്ലാം എക്സ്പെൻസ് ആണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 രൂപ എനിക്ക് സേവ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പം മനസ്സിലായില്ലേ, നിങ്ങൾ വിചാരിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഇൻകത്തിനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച അത്രയൊന്നും എക്സ്പെൻസ് നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സേവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പരിതപിച്ച ആളുകൾക്ക് നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു 40% വരെയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ ഈ ഒരു ലോക്ക്ഡൗൺ സിനാരിയോ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ മുതൽ ഇത് വലിയൊരു പാഠമാണ്, വേറെ എവിടെ നിന്നും പഠിക്കാൻ പറ്റില്ല. ഒരു MBA കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്ലാനിങ് കൊണ്ടോ ഒന്നും പഠിക്കാൻ പറ്റാത്ത വലിയൊരു പാഠം ഈ കുറഞ്ഞ 1.5 മാസം നമ്മൾ വീട്ടിലിരുന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. ആ പാഠം നിങ്ങളുടെ ഭാവിയിൽ ഉപകാരപ്പെടണം, ഉപയോഗിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. അപ്പോൾ ആറാമത്തെ പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറെ എമൗണ്ട് ഓരോ മാസവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി സേവിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റുക. ചുമ്മാ ഇങ്ങനെ സേവ് ചെയ്യുക, ചിട്ടിയിലിട്ട് വെക്കുക അല്ലെങ്കിൽ ബാങ്കിലിട്ട് വെക്കുക എന്നതല്ല സേവിങ്ങിൻ്റെ അർത്ഥം. ഒരു സെർട്ടൻ പെർസെൻറ്റേജ് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള പഠിച്ചിട്ട് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല നിങ്ങൾക്ക് അറിയുമെങ്കിൽ ബിസിനസ്സിലേക്ക്, വിവിധ തരത്തിലുള്ള ഈ ബിസിനസ്സിലേക്കൊക്കെ മാറ്റുക, സേവ് ചെയ്യുക. ആ സേവ് ചെയ്ത പണം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക. ദിസ് ഈസ് ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ, ദിസ് ഈസ് ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ ഹാബിറ്റ്, ആൻഡ് those are doing these both practices can make more wealth in future. ക്ലിയർ അല്ലേ? ഇനി ഏഴാമത്തെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് റോഡ് മാത്രമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രൂഡ് ഓയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ വേറെ ഏതൊരു ഫിനാൻഷ്യൽ സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു ഗ്രോത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ
ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, അത് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, ഓൺട്രപ്രനോറിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇക്വിറ്റി, അതല്ലെങ്കിൽ പലതരത്തിലുള്ള പേപ്പറുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഈ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഒരു വൺ വേ സൈഡ് അല്ല. എന്തെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിൽ വരാവുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ടും തിരിച്ച് ഇങ്ങോട്ടും വരാവുന്ന ഒരു 2 വേ ലൈനാണ്. പ്രോഫിറ്റ് മാത്രമല്ല, ഹ്യൂജ് ലോസും സംഭവിക്കാം. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് പരമാവധി ലോസിൻ്റെ ഡാമേജ് കുറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ള പാഠം കൂടെ ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ച ലോക്ക്ഡൗണിനോട് നമുക്ക് നന്ദി വരും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഈ ഒരു ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഒരു പുതിയ വേർഷൻ ഓഫ് നമ്മളായിട്ട്, പുതിയ പാഠങ്ങൾ പഠിച്ച, പുതിയ ലേണിംഗ് ഉണ്ടാക്കിയ, പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്ത, പുതിയ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പാഠങ്ങൾ പഠിച്ച ഒരാളായിട്ട് വേണം നമുക്ക് ഈ ഒരു ലോക്ക്ഡൗണിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ. എല്ലാവിധ ആശംസകളും. പേടിക്കേണ്ട, ഇതും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾ ഓൺട്രപ്രണർ ആണെങ്കിലും, ജോലിയുള്ള ആളാണെങ്കിലും, ജോലി നഷ്ടപ്പെട്ട ആളാണെങ്കിലും എല്ലാം ഭയപ്പെടാതിരിക്കുക. ജോലി കിട്ടും, ബിസിനസ് തിരിച്ചു വരും. ബിസിനസ് ജോലിയിലെല്ലാം ശമ്പളമൊക്കെ പഴയ പോലെ തന്നെ ആകും, കൂടുതൽ പെർക്സുകളൊക്കെ കിട്ടാൻ തുടങ്ങുക തന്നെ ചെയ്യും. നമ്മൾ ഇതും അതിജീവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളിത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയാണ് കാണുന്നതെങ്കിലും ദയവ് ഇതിൽ ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സുകൾക്കും പുതിയ കാര്യങ്ങളും പുതിയ ട്രെയിനിങ്ങളെ കുറിച്ചും പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിന് ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മൈൻഡ് സെറ്റ് ഒരു സൂപ്പർ പ്രൊഡക്റ്റീവായിട്ട് രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ ഓൺട്രപ്രണറിയൽ പ്രോഗ്രാം പലതും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിസിനസ് ബൂം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഓൺട്രപ്രണറിയൽ ട്രെയിനിങ് സീരീസിനെ കുറിച്ച് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. കൂടുതൽ അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക www.benjali.com. താങ്ക് യു.